ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഓവർടേക്കർ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന BMW M5 പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് വണ്ടി മേടിച്ചപ്പോൾ ഈ വണ്ടി ആകെ മോഡിഫൈ ചെയ്ത് വേറൊരു ലുക്കിലാക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ലുക്മാങ്ങാക്കാൻ്റെ പുതിയ ഷോപ്പിലോട്ട് തന്നെയാണ് പോകുന്നത്. ലുക്മാങ്ങാക്ക കുറച്ച് ദിവസമായിട്ടുള്ള ഷോപ്പ് തുറന്നിട്ട്, മറ്റേതൊരു എയർപോർട്ടിൻ്റെ ആയിട്ടുള്ളൊരു വർക്ക്ഷോപ്പാണ്. അത് യാത്രക്കാർക്കുള്ളൊരു വർക്ക്ഷോപ്പാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സിറ്റിയിലുള്ളൊരു വർക്ക്ഷോപ്പ് തന്നെയാണ് പോകുന്നത് ലുക്മാങ്ങാക്കാൻ്റെ. അപ്പോൾ ലുക്മാങ്ങാക്കാൻ്റെ ഷോപ്പ് ഇവിടെ അത്യാവശ്യം അടുത്ത് തന്നെയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ വണ്ടി കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ വരുമ്പോൾ ഈ വണ്ടി ഇങ്ങനെ ആകത്തില്ല മിക്കവാറും. ഇന്ന് വൈകുന്നേരം ലുക്മാങ്ങാക്ക തരാൻ പറഞ്ഞിരുന്നു നമ്മളോട്. അപ്പോൾ വണ്ടീൻ്റെ ലുക്ക് മൊത്തത്തിൽ ചേഞ്ച് ചെയ്ത് തരാമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് വിളിച്ചപ്പോഴാണ് ലുക്മാങ്ങാക്ക പറഞ്ഞത് ലുക്മാങ്ങാക്ക എന്ന ഷോപ്പിലില്ല, ജപ്പാനിക്കൊരു ബിസിനസ് ആവശ്യത്തിന് പോയതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളോട് വണ്ടി എടുത്തിട്ട് അവിടെ നിർത്തിയിട്ട് പോകാനാണ് പറഞ്ഞത്. നമ്മുടെ ലിഫ്റ്റുമ്മ കയറ്റി പോകാൻ പറഞ്ഞിരുന്നു നമ്മളോട്. നമ്മൾ വണ്ടി എടുത്തിട്ട് കയറ്റി വെക്കാം. നമ്മൾ വണ്ടി തിരിച്ചിടാം. ഫ്രണ്ടിൽ കൂടെ കയറ്റി എന്തായാലും നമ്മൾ വണ്ടീൻ്റെ അടി തട്ടുന്ന ഉറപ്പാണ്. ബാക്ക് എടുത്ത് കയറ്റേണ്ടി വരും എന്തായാലും. അപ്പോൾ ഇവിടെ നമുക്ക് കയറ്റാം. നമ്മൾ വണ്ടി കയറ്റിക്കൊണ്ട് അത് താത്ത ഉണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി താത്തിയിട്ട് വണ്ടി എടുത്തിട്ട് കയറ്റതിമേ കയറുമെന്ന് പോലും അറിയില്ല. വണ്ടി ലോവറാക്കി വെച്ചിരിക്കണം നമ്മൾ. ആ വർക്ക് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ കാര്യമായിട്ട്. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ തന്നെ വണ്ടി കാണാൻ നല്ല ലുക്കാണ്. പക്ഷേ നമ്മളൊരു M5 സീരീസിൻ്റെ കിറ്റും കൂടിയും കയറ്റുന്നുണ്ട്. എൻജിനും നല്ല ചേഞ്ചും വരുത്തും നമ്മൾ. ഇത് മൊത്തത്തിലാവുമ്പോൾ നല്ല ലുക്കായിരിക്കണം. നല്ല E12 എൻജിനൊക്കെ വെക്കാനാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. ട്രിപ്പിൾ ടർബോ V12 എൻജിന് EC ട്യൂണിങ് ഒക്കെ വെക്കാൻ നമ്മുടെ പ്ലാൻ ഉണ്ട്. ഈ വയസ്സായി കൂടെ കയറുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ലുക്മാങ്ങാക്കാൻ മിക്കവാറും വിളിക്കേണ്ടി വരും. അതിൻ്റെ അകത്ത് കയറുന്നില്ല, നമ്മളെ വണ്ടിൻ്റെ അടി തട്ടുകൊണ്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ലുക്മാങ്ങാക്കാനെ വിളിച്ചപ്പോൾ പറഞ്ഞത് വിളിച്ചു നോക്കണം ഇനി വണ്ടി ഒന്ന് ഇങ്ങോട്ട് കയറ്റിയിടുക. അപ്പോൾ തൽക്കാലത്തിന് നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട്. നമുക്ക് പുറത്തിറങ്ങിയിട്ട് ലുക്മാങ്ങാക്കാനെ വിളിച്ചു നോക്കാം. നമുക്ക് ലുക്മാങ്ങാക്കാനെ വിളിക്കാം. ഹലോ ലുക്മാങ്ങാക്ക, അസ്സലാമു അലൈക്കും. നമ്മളെ വണ്ടി ആ ലിഫ്റ്റിൽ കയറുന്നില്ല. അപ്പം എന്താ ചെയ്യണ്ടേ? ഓക്കെ നമ്മൾ ലുക്മാങ്ങാക്ക നമ്മളോട് പറഞ്ഞത് നമ്മുടെ M5 അവിടെ സൈഡിലിടാനാണ്. പണിക്കാരൊന്ന് സസ്പെൻഷൻ കൂട്ടിയിട്ട് കൊണ്ടുപോയി കാരണം. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നമ്മുടെ വേറെ വണ്ടി കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരനെ വിളിച്ച് പറയാം നമുക്ക് നമ്മുടെ പുതിയൊരു വണ്ടി കൊണ്ടുവരാൻ പറയാം നമ്മളെന്നെ. ഓക്കെ, നമുക്കപ്പോൾ അങ്ങനെ വിളിക്കാം. ഹലോ അലിയേ, ഇത് എൻ്റെ ഗോൾഫ് ഒന്ന് കൊണ്ടുവരാൻ കേട്ട്. എന്നാൽ വേഗം വാട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ അലി നമുക്ക് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കണേ വണ്ടി. അപ്പോൾ അലിയെ കൊടുത്തിട്ട് നമുക്ക് അതിൽ പോവാം. നമുക്ക് അലീനെ വെയിറ്റ് ചെയ്യാം. അലി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഗോൾഫായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ ഗോൾഫിൻ്റെ പേര് ബസൂക്ക എന്നാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ബസൂക്ക നമ്മൾ വണ്ടിയുടെ പേര് ഇട്ടിട്ട് നമുക്ക് മാറ്റാൻ ചെയ്യാം. നല്ല പവർ വണ്ടിയാണ്, അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ് നമ്മളെ ഗോൾഫ്. നമുക്ക് ഇവിടുന്ന് പോവാം വണ്ടി കൊണ്ട്. ഓക്കെ, നമുക്കൊരു കോള് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഷോപ്പിലേക്ക് പോകാനാണ് കോള് വന്നത്. ഷോപ്പിൽ നിന്ന് കുറച്ച് ക്യാഷ് എന്തൊക്കെ കളക്ട് ചെയ്യാണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, നമ്മുടെ ഷോപ്പിൽ നിന്ന് പിന്നെ ഒരു കോൾ വന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തന്നെ വരേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു വൈകുന്നേരം ആകുമ്പോൾ വന്നാൽ മതി പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത്യാവശ്യം സമയം ഒരു 5 മണി ആവാറായിട്ടുണ്ട്. നമ്മൾ ഷോപ്പിൽ എത്താറായി. അതാണ് നമ്മുടെ ഷോപ്പ് സൈഡിൽ. ഇനി നമ്മൾ പൈസ കളക്ട് ചെയ്ത് പോകാൻ പോകുന്നത് വീട്ടിൽ തന്നെ പോകാനും കൂടി നമുക്ക് നേരെ പോവാം. ഗൈസ്, ഒരു കോള് വരുന്നുണ്ട്. ലുക്മാങ്ങാക്കാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. ഹലോ ലുക്മാങ്ങാക്ക, വണ്ടി സെറ്റ് ആയിക്കണം. ഓക്കെ, ഇത്ര പെട്ടെന്ന് സെറ്റായോ വണ്ടി? കൂടുതൽ പണിക്കാരുണ്ടാവണ്ട. ഓക്കെ, ഞാൻ ഇപ്പോൾ വരാം. ആയിക്കോട്ടെ, ഞാൻ വരാം, കുഴപ്പമില്ല. നമ്മൾ ലുക്മാങ്ങാക്കയാണ് നമ്മൾ വിളിച്ചത്.
നമ്മളെ പണിയൊക്കെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് M5-ൻ്റെ. നമ്മൾ നേരെ പോയിട്ട് M5 എടുത്തിട്ട് വീട്ടിൽ തന്നെ പോകാനുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ ലുക്മാക്കാൻ്റെ ഷോപ്പിലേക്ക് പോകാം. ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പ്ലീസ് ചെയ്തോളൂ. ലൈക്കും ഷെയറൊക്കെ ചെയ്തോളൂ. ഇഷ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. CPM ലവേഴ്സൊക്കെ അടിയിൽ മെൻഷൻ ചെയ്തോളൂ. അപ്പോൾ നമ്മൾ നേരെ ലുക്മാക്കാൻ്റെ ഷോപ്പിൽ പോകണം. ഇവിടെ വലിയ ദൂരമൊന്നും ഇല്ല, കുറച്ചുള്ളൂ ലുക്മാക്കാൻ്റെ ഷോപ്പിൽ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് അത്യാവശ്യം. നമ്മൾ അവിടെ എത്തിയിട്ട് ഇനി നമ്മളെ വണ്ടി എടുത്ത് നമ്മളെ ഫ്രണ്ടിനോട് കൊണ്ടുപോകാൻ പറയും. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിടാം. നമ്മുടെ കൂട്ടുകാരനെ വിളിക്കാം, അലീനെ വിളിക്കാം. നമുക്ക് അലീനെ വിളിച്ചിട്ട് വണ്ടി കൊണ്ടുപോകാൻ പറയാം. A few moments later. ഓക്കെ, നമ്മൾ അലി അപ്പോൾ വണ്ടി എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് ലുക്മാക്കാൻ്റെ ഷോപ്പ് കയറിയിട്ട് നമ്മുടെ M5 എടുക്കാം. നമുക്ക് കയറി നല്ല M5 എടുത്ത് പോകാനുള്ളതാണ്. ഇനി നമുക്ക് ഒരു പിടുത്തമല്ല വണ്ടി എങ്ങനെയാണ് ഉള്ളതെന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മൾ ഫോട്ടോ പോലും കണ്ടിട്ടില്ല. ലുക്മാക്കാക്ക് ഇഷ്ടപ്പെട്ട സ്റ്റൈലിൽ ചെയ്യാനാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ കീ ഉണ്ട് ഇവിടെ, അത് എടുത്തിട്ട് നമുക്ക് വണ്ടി എടുക്കാം. വണ്ടി ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞതാണ്. അവിടെ ഒരു വണ്ടി ഉണ്ടെന്ന് തോന്നുന്നത്. ഇവിടെ ഒരു വണ്ടി ഉണ്ട്, ഒരു M5 നമ്മളെ വണ്ടി തന്നെയാണ്. എൻ്റെ മോനെ വണ്ടി വേറെ ലെവലായിരുന്നു. ഫ്രണ്ട് പോർഷനൊക്കെ ആ വീലിൻ്റെയൊക്കെ കളറ് കറക്റ്റ് ന്യൂട്രൽ കളറായിട്ട് വന്നിട്ടുണ്ട്. ഏതായാലും വണ്ടി എടുത്ത് പോയൊക്കെ മുന്നിലേക്ക് എടുത്ത് നോക്കാം നമുക്ക്. വണ്ടി ഇൻറ്റീരിയറൊന്നും കാര്യമായിട്ട് ചേഞ്ചൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഫുൾ എക്സ്റ്റീരിയറും എൻജിനാണ് കാര്യമായിട്ട് പണിയെടുത്തില്ല. മോനെ വേറെ ലുക്കായിട്ടുണ്ട് വണ്ടി. ഹുഡൊക്കെ കാർബൺ ഫൈബർ ആക്കിയിട്ടുണ്ട്. ആദ്യം ഉണ്ട്, പക്ഷേ കാണുന്ന രീതിക്ക് അതിപ്പോഴാണ്. എക്സോസ്റ്റൊക്കെ ആകെ മാറ്റി തീയാണ് ഫുൾ. നമ്മളെ വണ്ടി നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. നമ്മൾ വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല വീട്ടിലേക്കും പോകാനുള്ളതാണ്. അത്യാവശ്യം നല്ല പവർ ഉണ്ട് കേട്ടോ വണ്ടിക്ക്. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ ട്രിപ്പൊക്കെ പോവാം. ഈ വണ്ടി കൊണ്ട് അല്ലെങ്കിൽ വേറെ വണ്ടി കൊണ്ട് ഇഷ്ടമുള്ള വണ്ടി പോവാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ യെസ് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നോ കമൻറ്റ് ചെയ്യുക. പുതിയ വണ്ടി ഏതെങ്കിലും എടുക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ വേറൊരു പ്ലാൻ എന്താ നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ, ഒരു സ്റ്റോക്ക് സൂപ്പർ നമ്മൾ എടുത്തിട്ട് ഇനി മോഡിഫൈ ചെയ്തൊരു മോൺസ്റ്റർ ടൈപ്പിലാക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട് നമുക്ക്. ഒരു മോൺസ്റ്റർ സ്റ്റൈലിൽ മോഡിഫൈ ചെയ്ത് വെക്കാനുള്ളതാണ് നമ്മുടെ പ്ലാന്. നമ്മൾ സ്വന്തം ചെയ്യുന്ന ഞാൻ വണ്ടി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ കുറേ പോലീസുകാരൊക്കെ ഉണ്ടാവും. ഇവർക്കൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ളൂ ഗൈസ്. ഇവരാണെങ്കിൽ പോകുന്നത് വണ്ടിൻ്റെ വ്യൂ നഷ്ടപ്പെടുകയാണ്. നമുക്ക് ഇവിടുന്ന് വണ്ടി മാറ്റേണ്ടി വരും. ആണെങ്കിൽ നമുക്ക് വണ്ടി ഇവിടുന്ന് മാറ്റിയിടാം, മുന്നിക്കിടാം. ഒക്കെ നമുക്ക് ഇവരെ ഇതൊന്ന് കുറച്ച് വെച്ചിട്ട് ഡെൻസിറ്റി കുറച്ച് വെച്ച് നോക്കാം. പോകണ്ടോ നോക്കിയിട്ട് അതിനനുസരിച്ച് ഇവർ പോകുന്ന ലക്ഷണമില്ല. ഓക്കെ, ഇവരെന്താ പോകാത്തത്? നമുക്ക് മുന്നിക്കിടാം വണ്ടി. ആകുമ്പോൾ കുറച്ചും കൂടി നല്ല വ്യൂ ഉണ്ടാവും വണ്ടിക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടീൻ്റെ ടോട്ടൽ ലുക്ക് എന്ന് പറയുന്നത്. വേറെ ലെവൽ ലുക്കായിട്ടുണ്ട്. ഓക്കെ, വേറെ ലെവലാണ് നമ്മുടെ വണ്ടി. എൻ്റെ മോനെ ആ വീലൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. ബാക്കത്തെ ടെയിൽ ലൈറ്റ് ബമ്പറൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തു, സ്പോയിലറും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ടിലുള്ള ഹുഡ് ചേഞ്ച് ചെയ്തു. പിന്നെ നമ്മളെ ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്തു, ബമ്പർ ചേഞ്ച് ചെയ്തു, ഗ്രില്ല് ചേഞ്ച് ചെയ്തു. മൊത്തത്തിൽ വേറൊരു വണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ M5 എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മളിനി ചെറിയ പരിപാടി, ഡ്രിഫ്റ്റ് പരിപാടി ഒക്കെ ഉണ്ട്, അതൊന്ന് കണ്ടു ഞങ്ങൾ. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഡ്രിഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്.
നമുക്കിതൊന്ന് വാഷിന് എടുക്കണം വണ്ടി. നമുക്ക് വാഷിന് എടുക്കണം. കാർ വാഷ് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യാം. കാർ വാഷ്ക്ക് എത്ര ദൂരം ഉള്ളൂ എന്ന് നമുക്ക് വണ്ടി ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാം. വാഷ് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് റിപ്പയറും ചെയ്യാനുള്ളതാണ് നമുക്ക്. അപ്പോൾ നമ്മൾ വേറെയും കുറച്ച് പിക്കൊക്കെ കാണിച്ച് തരാം. അതിനനുസരിച്ച് നമുക്ക് ട്രിപ്പൊക്കെ വേണമെങ്കിൽ പോകാം. അടുത്ത ദിവസം ചിലപ്പോൾ നമ്മളെ ലുക്മാവൊക്കെ ജപ്പാനിൽ നിന്ന് വരുന്നുണ്ട്. മൂപ്പർ എടുക്കാനും പോകുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.